ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാം ഫുഡ് ബ്ലോഗ്സ്. ഞാനിന്നിവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് എത്ര നല്ല രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കേട്ടോ. ഇത് ഇന്ന് പൊട്ടിച്ച കുരുമുളകാണ് കേട്ടോ. അത് നമ്മൾ പരമാവധി അന്ന് തന്നെ അതിൻ്റെ മണികളൊക്കെ അടർത്തിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വാടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല. കാരണം നമ്മളിത് കാലുകൊണ്ടൊന്നും ചവിട്ടി ഇങ്ങനെ മെതിക്കണ പോലെയല്ല എടുക്കുന്നത്, കൈ കൊണ്ട് അടർത്തിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഈ കുരുമുളക് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഞായറാഴ്ചയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമാവുമല്ലോ. പിന്നെ നമ്മൾ ഈ കുരുമുളക് ഇപ്പം അയ്യോ എനിക്ക് സ്ഥലമില്ല എന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട. ഏത് ഇതുമേയും കുരുമുളക് കയറും. ഇപ്പം മാവ്, പ്ലാവ്, അതുപോലെ തന്നെ അടയ്ക്കാമരം, പുളി, എല്ലാ മരത്തിനെയും ഒന്നിനും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു 3 സെൻറ്റൊക്കെ സ്ഥലമുള്ളവരാണെങ്കിൽ ഒരു ചൗക്കയുടെ കാല്, ചൗക്ക എന്ന് പറയുന്നത് കൊന്ന, ശീമക്കൊന്ന എന്നൊക്കെ പറയും പല നാടുകളിലൊക്കെ കേട്ടോ. ആ ഒരു കാല് നമ്മുടെ അത്ര ഹൈറ്റിനുള്ളതൊക്കെ മതി. അത് നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിൽ നമുക്കിത് പടർത്തിയെടുക്കാം. പരമാവധി നമുക്ക് വേനൽക്കാലത്താണ് ഈ കുരുമുളക് നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ നല്ലത്. അപ്പം ഒരു 2-3 ബഡ്സ് മണ്ണിൻ്റെ അടിയിൽ പതിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ ഇതിൻ്റെ വള്ളി കയറ്റി കൊടുക്കാൻ. സാധാരണ എല്ലാ ചെടികളും നമ്മൾ മഴക്കാലത്താണ് നമ്മൾ നടാറ് വേഗം പിടിക്കാൻ വേണ്ടി. പക്ഷേ ഇത് മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ വെള്ളം വന്ന് എടുക്കുമ്പോൾ ചീഞ്ഞു പോകും. അതേസമയം വേനൽക്കാലത്താകുമ്പോൾ നമുക്ക് അത് മണ്ണിൽ വേര് പിടിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ മഴക്കാലത്തായാലും പോവില്ല കേട്ടോ. പിന്നെ നമുക്ക് അടയ്ക്കാരത്തുമ്മയും അതുപോലെ തന്നെ മറ്റുള്ള മരത്തുകളുമ്മയും കയറുമ്പോൾ കാരണം ഇതിന് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ആവശ്യം വരുന്നില്ല. ഇപ്പം മറ്റുള്ള മരങ്ങൾ നനയ്ക്കുമ്പോൾ അതോടൊപ്പം നനയ്ക്കാമല്ലോ. അടയ്ക്കാരത്തുമ്മയൊക്കെ കയറ്റി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ ആരും അങ്ങനെ പങ്ങടയ്ക്കൊന്നും വലിക്കില്ലല്ലോ. പഴുക്കടയ്ക്ക വീണിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അടയ്ക്കാരത്തുമ്മ കയറണ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതായത് ഈ മണിയുടെ അടുത്തുമ്പോൾ ഒരു വെള്ള പൂപ്പൽ കാണും ഇതിന്മേൽ. അത് നമ്മൾ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ മെതിക്കുന്ന ടൈപ്പായി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല. അതേസമയം നമ്മൾ കൈ കൊണ്ടാകുമ്പോൾ കാണാം അതിൻ്റെ കടയ്ക്ക് എത്ര നല്ല കുരുമുളകായിരുന്നു എന്നറിയാം പൊട്ടിക്കുമ്പോൾ. പക്ഷെ അത് നമ്മൾ മണി അടർത്തുമ്പോൾ ഒരു ഇതിൻ്റെ കടയ്ക്ക് ഒരു വെള്ള പൂപ്പൽ പോലെ കാണും കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അതെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് കഴുകി ഉണക്കി നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുന്നത് കേട്ടോ. ഇത് ഒരു അടയ്ക്കാമരത്തുമെന്ന് എനിക്ക് കിട്ടിയ കുരുമുളകാണ് കേട്ടോ. ഇത്രത്തോളം കുരുമുളക് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇതുണ്ടാവും. ഒരൊറ്റ അടയ്ക്കാരത്തുമ്പോൾ പൊട്ടിച്ചത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾ വീട്ടിൽ നട്ട് അത് നമ്മൾ നന്നായി കഴുകി ഉണക്കി ആ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് നമ്മൾ ഇതിലിട്ടിട്ട് ഒരു 2-3 വട്ടം വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണത്. 2-3 വട്ടം ഈ കുരുമുളക് നന്നായിട്ട് നമ്മൾ കഴുകണം. കുരുമുളക് കഴുകി അത് വാല് വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഈ വെള്ള പൂപ്പലൊക്കെ ഇല്ലേ, അതൊക്കെ ആ വെള്ളത്തിൽ കൂടെ പോകും. പിന്നെ അതുപോലെ തന്നെ ചെറിയ തരിതരിന്നുള്ള കുരുമുളകിൻ്റെ മണികളുണ്ടാവും നമ്മൾ പൊട്ടിക്കുമ്പോൾ, അതെല്ലാം പോവും. ഇതിപ്പോൾ കഴുകി കഴിയുമ്പോൾ കാണാം കേട്ടോ ഇതിലെ അഴുക്കും പിന്നെ അതുപോലെ തന്നെ ഈ പൂപ്പലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി എത്ര നല്ല കുരുമുളകായിട്ട് നമുക്ക് കിട്ടുകയെന്നറിയോ. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴാണെങ്കിൽ നമുക്കിപ്പോൾ അവർ കുരുമുളക് പൊടിയൊക്കെ വാങ്ങുമല്ലോ, അതിപ്പോൾ അവരെങ്ങനെയാണ് തയ്യാറാക്കണമെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കാനുള്ള കുരുമുളക് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യണം. അത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ഒരു മരത്തുമ്മ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതുള്ളൂ. കണ്ടില്ലേ അതിലിങ്ങനെ പൂപ്പിലൊക്കെ ആയിട്ട് കുരുമുളക് ഒരു ദിവസം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ. അത് ഒരൊറ്റ ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ കുരുമുളക് നോക്കിയാൽ ഇത്ര ഭംഗിയല്ല കാണാൻ. ഇനി ഇതൊരു ഒരാഴ്ചയൊക്കെ നല്ല വെയിലുള്ളതാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ നന്നായിട്ട് ഉണക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണഗതിയിൽ ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് പൊടിക്കുക ചെയ്യാം കേട്ടോ. എല്ലാം കൂടി പൊടിച്ച് വെക്കില്ല. കാരണം എല്ലാം കൂടി പൊടിച്ച് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്കത് താല്പര്യമില്ല. ഞാൻ ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് പൊടിച്ച് വയ്ക്കും. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ കുരുമുളക് പടർത്തി അത് ഉണക്കി സൂക്ഷിച്ച് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ കുരുമുളക് ഉണ്ടല്ലോ ഇപ്പം ഓരോ വർഷം ചെല്ലുന്തോറും പെട്ടെന്ന് ഹൈറ്റിൽ കയറിപ്പോയി. അപ്പം നമ്മളൊരു മഴക്കാലത്തിൻ്റെ ആരംഭമൊക്കെ ആകുമ്പോൾ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അത് നമ്മുടെയൊക്കെ ഹൈറ്റിൽ വെട്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൂൺ ചെയ്യാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കസേരമ കയറി നിന്നിട്ടായാലും നമുക്ക് തന്നെ പൊട്ടിക്കാം, വേറെ ആരും ആശ്രയമില്ലാതെ. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുരുമുളക് നമ്മൾ തന്നെ ഉണക്കിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.